ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. തൽക്ഷണം. ദൈവത്തിൻ്റെ അരുളപ്പാട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ തട്ടിമുട്ടിയുമല്ല, സമയമെടുത്തല്ല, ഇമ്മീഡിയറ്റായി ഒരു ഹൃദയ സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ കാരണം ദൈവത്തിൻ്റെ അരുളപ്പാടും ജ്ഞാനവുമൊക്കെ നമ്മളിൽ തൊട്ടിട്ടും നമ്മൾ തീരുമാനമെടുക്കുന്ന വളരെ സാവധാനമാണ്. സത്യത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി എടുക്കുന്ന തീരുമാനം ഇമ്മീഡിയറ്റ് ആൻഡ് ഇമ്മനൻറ്റ്, തൽക്ഷണം. ആ ക്ഷണത്തിലൊരു തീരുമാനമെടുത്തു. അപ്പനെ വിട്ടുപേക്ഷിക്കാൻ, വഞ്ചി ഉപേക്ഷിക്കാൻ, വരുമാനം ഉപേക്ഷിക്കാൻ, ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ. മത്തായിയുടെ സുവിശേഷം 4:22 ഹൃദയത്തിലേക്കൊന്ന് എടുത്തു വയ്ക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം തരാൻ പോകുന്ന മഹത്വത്തിൻ്റെയും ആത്മാക്കളുടെ വിലയുടെയും ഒക്കെ മുമ്പിലിരുന്ന് തൽക്ഷണം, ഒരുപാട് ആലോചിച്ചിട്ടല്ല, ഒരുപാട് വരുംവരാഴികൾ നോക്കിയിട്ടല്ല, തൽക്ഷണം ദൈവരാജ്യത്തെക്കുറിച്ച് എടുക്കുന്ന തീരുമാനത്തെ ദൈവം മുദ്രയിട്ടുകൊള്ളും. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ. ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.